എനിക്ക് പഠിക്കണമല്ലോ. ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യം, ഇപ്പൊ കഴിഞ്ഞ കുറെ അധികം നാളുകളായിട്ട് ഈ തമാശയിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, നമ്മൾ പറയുന്നതിനെ പേഴ്സണലി എടുക്കുക, സീരിയസ് ആയിട്ട് എടുക്കുക എന്നൊക്കെയുള്ള കാര്യം കൊണ്ട് ഞാൻ തലയിൽ ഒരു സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. പണ്ട് ഇത് ഞാനോ ധർമ്മനോ ഒക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് നമുക്ക് ഈ കുഴപ്പമില്ല. ഇപ്പം പ്രത്യേകിച്ച് ഞാൻ എന്റെ രാഷ്ട്രീയമൊക്കെ തുറന്നുറഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന സാധനത്തിന്റെ ഏതെങ്കിലും ഒരു വാക്കോ അറ്റോ മൂലയുടെ ഒരു കഷ്ണം കൊണ്ടുപോയി ഹെഡിങ് ആക്കി മറ്റൊരു സാധനമാക്കി മാറ്റപ്പെടുമോ എന്നൊരു ഭയം ഉള്ളത് കൊണ്ട് പറയുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അതായിരിക്കും. അല്ലാതെ അടുത്തത് ആർക്കിട്ട് എന്തടിക്കാന്ന് എനിക്ക് തമാശ പറയുന്നതിന് പ്രതിഫലമായി പണം കിട്ടി ശീലിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് പറയുമ്പോ എനിക്ക് അതാ കൗണ്ട്. അത് പറഞ്ഞാൽ ഞാൻ എന്റെ കുടുംബം നോക്കിയത്. അപ്പൊ എന്റെ കൂട്ടത്തിൽ വന്ന് വെറുതെ ഇരുന്ന് പറയുമ്പോ ആലോചിച്ച് നല്ലൊരു കൗണ്ടർ അടിക്കണം എന്നൊന്നും ഒരു പിണ്ണാക്കും ആലോചിക്കുന്നില്ല. അവിടെ ഇപ്പൊ ഉണ്ടാക്കിയ സാധനം ഇപ്പൊ ആലോചിച്ചിട്ട് ആലോചിച്ചത് കിട്ടിയതാ. ഇങ്ങനെ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. സാർ നീ തന്നെ രാജാവ്. എടാ നമ്മൾ ഒറ്റ കെട്ട കേട്ടോ, നമ്മളോ ഒറ്റ കെട്ട, ഞാനും നീയും. നമുക്ക് ഒന്നിച്ച് ഒരൊറ്റ ശത്രുവുണ്ട്. ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നവരുമായിട്ടുള്ള കൂട്ട് നമ്മൾ ഇങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. ഇത് നമുക്കില്ല, ഇതില്ല, ഞാനില്ല. ഈ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ നിന്നും എന്നെ രക്ഷിക്കൂ. നമുക്ക് പോയി എന്തെങ്കിലും സാമൂഹിക പ്രതിബദ്ധതയോടെ എന്തെങ്കിലും ചെയ്യാം. നമുക്ക് കാണ ക്ലീനാക്കാൻ പോവാം. വരുന്നുണ്ടോ? പണ്ട് NSSന്റെ കാണ ക്ലീനാക്കിയിട്ടുള്ളതാണ്. നമുക്ക് ഇപ്പൊ പോയി ചെയ്യാം. റെഡിയാണ്? ആരെങ്കിലും വരുന്നുണ്ടോ കാണ ക്ലീനാക്കാൻ?